നമുക്ക് ആളുകൾക്ക് ചോദിക്കാനുള്ള അറിയാം. ചേട്ടാ, ആര് മുഖ്യമന്ത്രിയാവണം? മുഖ്യമന്ത്രി ഇപ്പോൾ 3 പേരും ഒരേ കണക്ക് പാർട്ടിയെ വെച്ച് നോക്കുമ്പോൾ പ്രമുഖരാണ്. അവർ കേരളം മൊത്തം അറിയാവുന്നവരാണ്. എങ്കിൽ കൂടിയും ജനവികാരം മാനിച്ചുകൊണ്ടുള്ള ഒരു മുഖ്യമന്ത്രി ആയിരിക്കണം. അതായത് VDS എന്നാണോ? അതാണോ പറയുന്നത്? അത് ഞാൻ തീർത്ത് പറയുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ജനവികാരം മൊത്തത്തിൽ എല്ലാവർക്കും അറിയാമല്ലോ. അതനുസരിച്ചുള്ള മുഖ്യമന്ത്രി ആയിരിക്കണം. പിന്നെ ഈ 63 കോൺഗ്രസ് MLA കൂടി അവരെ തീരുമാനമെടുത്ത് ഇന്ന് ഉച്ചയ്ക്ക് അത് തീരുമാനിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചേട്ടാ, ആരാവണം മുഖ്യമന്ത്രി? കേരളം വലിയൊരു ഭൂരിപക്ഷം കൊടുത്തിട്ട് കോൺഗ്രസിനെ അധികാരത്തിൽ വന്നതാണ്. ജനങ്ങളെ മടിപ്പിക്കാതെ എത്രയും വേഗം മുഖ്യമന്ത്രിയെ തീരുമാനിക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. ആരാവണം മുഖ്യമന്ത്രി? ഒരു പേര്. ജനങ്ങൾക്ക് ഇഷ്ടമാണ് മുഖ്യമന്ത്രി. ചേട്ടാ, ഒറ്റ പേര് ആരാകും? VDS. ചേട്ടാ, ആരാ? ഇപ്പം 3 പേര് നിൽപ്പുണ്ട്. അതിനകത്തിപ്പം അവരുടെ പാർട്ടിയുടെ ഹൈക്കമാൻഡ് തീരുമാനിക്കും. പക്ഷേ അതിനകത്ത് കൂടുതൽ ചാൻസ് ജനവികാരം നോക്കിക്കഴിഞ്ഞാൽ VDSനാണ് സാധ്യത. ജനവികാരം VDSന് എന്നാണ് ഇവിടെ കുറേ ആളുകൾ പറയുന്നത്. ഒപ്പം പാർട്ടി തീരുമാനിക്കുമെന്ന് പറയുന്ന ആളുകളുണ്ട്. ആരാവണം ചേട്ടാ? ഒറ്റ പേര്. VDS. ചേട്ടാ, ആരാവണം? VD സതീശൻ. ഒറ്റ പേരേ ഉള്ളൂ. ഒറ്റ പേരേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ ആത്മാർത്ഥമായിട്ട് ഇറങ്ങി പ്രവർത്തനം നടത്തിയ ആൾ തന്നെ മുഖ്യമന്ത്രി ആവണമെന്നാണ് ചേട്ടൻ്റെ ആഗ്രഹം എന്താ? VD സതീശൻ. VD സതീശൻ. വേറെ പേരുകളൊന്നും ഒന്നുമില്ല തീർച്ചയായിട്ടും. അല്ലെങ്കിൽ കോൺഗ്രസ്സിന് ഒരു മധ്യപ്രദേശോ രാജസ്ഥാനോ നമ്മുടെ മുന്നിലുണ്ടല്ലോ, അതെല്ലാം കൂടെ ഒന്ന് മുന്നിൽ കണ്ടാൽ നല്ലതാണ്. ചേട്ടാ, ആരാവണം? ഇല്ല, എൻ്റെ അഭിപ്രായം KC ആണ്. KC ആണ്. ഇപ്പം എല്ലാവരും VDയുടെ കൂടെയാണ്. അതാ ഞാൻ KC. ഒരാൾക്ക് മാറി ഇന്നൂടെ. വേറെ ഒന്നും കൊണ്ടല്ല. ഒരാൾ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാക്കിനകത്ത് ഉറച്ചു നിൽക്കാൻ പറ്റുന്നൊരു മന്ത്രി ആവണമെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം.